ഹലോ, ബാക്ക് ടു മൈ ചാനൽ. മീൻ വാങ്ങണ്ടെന്ന് വിചാരിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. പക്ഷേ ഇന്ന് എനിക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. സാധാരണ മീൻ വേണമെന്ന് വിചാരിച്ച ദിവസം ചിലപ്പോൾ കിട്ടാറില്ല. അപ്പോൾ അതാ ഇന്ന് അയിലയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ തൃശ്ശൂർ സ്റ്റൈലേ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വെക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അതിനായിട്ട് ഞാൻ മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് ചെറിയുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുക്കാം കേട്ടോ. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിക്കുന്നത്. ഒരു ചെറിയ തേങ്ങയുടെ ഫുൾ പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഉപ്പും പുളി പിഴിഞ്ഞതും ചേർത്തിട്ടുണ്ട്. സാധാരണ കുടംപുളിയാണ് കേട്ടോ നല്ലത്. എൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് വാളംപുളി പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ തിളച്ച് വരുമ്പോൾ മീൻ ചേർക്കുക, ചെറിയ തീയിൽ വേവിക്കുക കേട്ടോ. എന്നിട്ട് ഉള്ളി താളിച്ചൊഴിക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. കിഡിലൻ ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാനിതാ കുറച്ച് കൊണ്ടാട്ടമുളകൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് തോരൻ വെക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ട് അതും അടുപ്പിൽ വെച്ചു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് മീൻകറിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മീൻകറി തേങ്ങാപ്പാലാണെങ്കിൽ ഫസ്റ്റ് പാല് നമ്മൾ ലാസ്റ്റ് ഒഴിക്കുകയാണ് കേട്ടോ മിക്കവാറും ചെയ്യാറുള്ളത്. ഞാൻ അങ്ങനെയും വെക്കാറുണ്ട് കേട്ടോ. കാരണം രണ്ടാം പാലിൽ ഇത് വേവിച്ചതിന് ശേഷം അവസാനം തീയൊക്കെ ഓഫ് ചെയ്തിട്ട് രണ്ടാം പാൽ ഒഴിക്കാറാണ് കേട്ടോ പതിവ്. ഇങ്ങനെയും വെക്കാറുണ്ട്. എങ്ങനെ വെച്ചാലും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ബീട്രൂട്ട് തോരനൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പപ്പടമൊക്കെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നും ഞാൻ വീഡിയോയിൽ പപ്പടം പൊരിക്കുന്നത് കാണിക്കില്ല കേട്ടോ, അത് മറന്നു പോവാറുണ്ട്. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി കേട്ടോ. വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒരു ചെറിയ കുക്കുംബറും തക്കാളിയും ക്യാരറ്റും അത്ര മാത്രം കേട്ടോ. പിന്നെ അപ്പോഴേക്കും നമ്മുടെ പതിവ് കാര്യം വിശപ്പേ അതങ്ങോട്ട് വന്നു. പിന്നെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ബായ്.